UPSC സിവിൽ സർവീസസ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഡാഫ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം. എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത്? UPSC ഇൻ്റർവ്യൂ ബോർഡ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്ന ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പലതും നമ്മൾ ഡാഫിൽ, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ എന്ത് ഫില്ല് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ മാസം 26-ാം തീയതി വരെ ഡാഫ് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഹോബീസ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചില ആളുകൾ ഹോബിയായിട്ട് ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ കാണിക്കും. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്നും ചോദ്യം വന്നാൽ അത് പറയുവാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോളർഷിപ്സ്, നിങ്ങൾ വിജയിച്ചിട്ടുള്ള അവാർഡുകൾ, നേട്ടങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും കലാകായിക മത്സരങ്ങൾ വിജയിയായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസും നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ലീഡർഷിപ്പ് റോളിനെ കുറിച്ചൊരു ചോദ്യം ഡാഫിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ലീഡർഷിപ്പ് റോളിൽ നിങ്ങൾ എക്സൽ ചെയ്തിട്ടുണ്ടോ? അതും വളരെ പ്രധാനമാണ്. അവിടെയും കൊടുക്കുമ്പോൾ നിങ്ങളൊരു ടീം പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ കഴിവുള്ളവരാണ്, സോഷ്യലി കമ്മിറ്റഡ് ആണ്, അത്തരത്തിലുള്ള സാമൂഹിക സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചവരാണ് ലീഡർഷിപ്പ് റോളിൽ എന്നുള്ളതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ UPSC ഇൻ്റർവ്യൂ ബോർഡ് തീർച്ചയായിട്ടും ഇംപ്രസ്ഡ് ആവും. നിങ്ങൾക്ക് മികച്ച വിജയം സ്വന്തമാക്കുവാനും സാധിക്കും. അതുപോലെ ഡാഫിലെ മറ്റൊരു വിവരമാണ് നമ്മളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ ഡിഗ്രി, PG അടക്കമുള്ള വിദ്യാഭ്യാസ യോഗ്യതകളുടെ വിശദവിവരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഏരിയയും നന്നായി പ്രിപ്പയർ ചെയ്യണം. ബേസിക് ഡിഗ്രി ഏത് വിഷയത്തിലാണോ ചെയ്തത് ആ വിഷയത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല എങ്കിൽ, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ബാക്ക് ഫയർ ചെയ്യും, നമ്മളുടെ മാർക്ക് കുറയുവാനും ഇടയാക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒപ്പം ഡാഫിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ നേറ്റീവ് പ്ലേസ്, നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്രീനാരായണ കോളേജിലാണ് പഠിച്ചതെങ്കിൽ ഒരുപക്ഷേ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും മികച്ച ഒരു സ്കോർ, 215 ഒക്കെ പോലെയുള്ള മികച്ച സ്കോർ നിങ്ങൾക്കും ഇത്തവണത്തെ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നേടുവാൻ സാധിക്കും. അബ്സല്യൂട്ട് IAS അക്കാഡമിയിൽ ഡാഫ് പ്രിപ്പറേഷനും ഒപ്പം തന്നെ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും സെഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് അബ്സല്യൂട്ട് IAS അക്കാഡമിയുമായി ബന്ധപ്പെടാം.